everyone. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ഡേ. ലോകമെങ്ങും എല്ലാ വർഷവും എയ്ഡ്സ് എന്ന മഹാമാരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ് ഡിസംബർ 1. അതെ, ഇതൊരു ആഘോഷ ദിവസമല്ല, മറിച്ച് ഇതൊരു ബോധവൽക്കരണ ദിനമാണ്. എൻഡ് ഇനീക്വാലിറ്റീസ് എൻഡ് എയ്ഡ്സ്, അസമത്വം അവസാനിപ്പിക്കുക, എയ്ഡ്സ് അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ നമ്മുടെ പ്രമേയം. മനുഷ്യ മനസ്സിനെ ഭീതിയിലാഴ്ത്തിയ ഒരു വലിയ മഹാവിപത്താണ് എയ്ഡ്സ്. നാം എത്ര പുരോഗമനവാദികളാണെന്ന് പറഞ്ഞാലും എയ്ഡ്സ് രോഗി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഭയമാണ്. നമ്മുടെ ഈ ഭയം മൂലം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വിഭാഗമാണ് എയ്ഡ്സ് രോഗികൾ. അറിഞ്ഞോ അറിയാതെയോ ഈ രോഗത്തിന്റെ ഇരകളായി തീർന്നവരാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു അവഗണന നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ, അതോ നമുക്ക് ലഭിച്ച അറിവിന്റെ കുറവുകൾ കൊണ്ടാണോ? പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും എയ്ഡ്സിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. കൃത്യമായ ചികിത്സ തക്ക സമയത്ത് ലഭ്യമായാൽ ഏതൊരു എയ്ഡ്സ് രോഗിക്കും തന്റെ ആയുസ്സും ആരോഗ്യവും നീണ്ടു കിട്ടുവാനായിട്ട് ഇടയായിരിക്കും. WHO വിവിധ കണക്കുകൾ പ്രകാരം ഒരുപാട് പേർ ഇതിനകം തന്നെ എയ്ഡ്സ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. രോഗികളായവരിൽ ഒരു വലിയ ശതമാനം ആളുകളും താൻ എയ്ഡ്സ് രോഗിയാണെന്ന് വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അമ്പരപ്പിക്കുന്ന മറ്റൊരു സത്യം. എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാ രീതികൾ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുക, രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നീക്കുക, എയ്ഡ്സ് പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക എന്നിങ്ങനെയാണ് ഇത്തരം ഒരു ദിനം നാം ഇന്ന് ആചരിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം. എയ്ഡ്സിനെ കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ് എന്നതിന് സൂചിപ്പിക്കുന്നതിനാണ് നാം എല്ലാവരും ഇന്ന് റെഡ് റിബൺ ധരിച്ചു കൊണ്ടുവരുന്നത്. HIV എന്താണ്, എങ്ങനെയാണ് HIV വൈറസ് പ്രവർത്തിക്കുന്നത്, HIV-ക്കെതിരെയുള്ള ചികിത്സ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ എയ്ഡ്സിനെ കുറിച്ച് നാം അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഇത്തരം ഒരു മീറ്റിംഗ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രസന്റേഷനിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻസി മാമിനെയും എല്ലാ അധ്യാപക അനധ്യാപകരെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ എയ്ഡ്സ് ദിനത്തിന്റെ ബോധവൽക്കരണത്തിൽ പങ്കാളികളാണ്. എത്രയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകർ, എൻ്റെ സഹപാഠികൾ, ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തെ കുറിച്ച് 2 വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ്. എല്ലാ വർഷവും ഡിസംബർ 1 ലോകമെങ്ങും എയ്ഡ്സ് ദിനമായി ആചരിക്കുകയാണ്. മനുഷ്യരാശിയെ തന്നെ ഭീതിയിലാഴ്ത്തിയ ഈ മഹാവിപത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുന്നതിനും HIV രോഗബാധിതരായവർക്ക് സാന്ത്വനമേകുന്നതിനു വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കും. മറ്റെല്ലാ രോഗത്തെയും പോലെ തന്നെ പ്രാരംഭ ഘട്ടത്തിലുള്ള ശരിയായ രോഗനിർണയവും ചികിത്സയും എയ്ഡ്സിനെ നടത്തേണ്ടതുണ്ട്. എല്ലാ രോഗത്തെയും പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സാന്ത്വനവും ഇവർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നൽകേണ്ടതുണ്ട്. എയ്ഡ്സ് രോഗവുമായി ജീവിക്കുന്ന 75% ആളുകൾക്ക് മാത്രമാണ് തങ്ങൾ എയ്ഡ്സ് രോഗത്തിന് അടിമപ്പെട്ടവരാണ് എന്ന് അറിയുകയുള്ളൂ. കൃത്യമായ പരിശോധന നടത്താത്തതിനാൽ ഏകദേശം 9.4 ദശലക്ഷം ആളുകൾക്ക് തങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന കാര്യം അറിയില്ല എന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. വളരെ വേഗത്തിൽ പടരുന്ന ഒരു രോഗമായതിനാൽ എയ്ഡ്സ് അല്ലെങ്കിൽ HIV എന്ന് കേട്ടാൽ പോലും എല്ലാവർക്കും ഭയമാണ്. ആലിംഗനമോ പരസ്പര ചുംബനമോ പരസ്പരമുള്ള കൈ കൊടുക്കലിലോ ഈ രോഗം പടരുന്നില്ല. 6 വിഭാഗത്തിൽപ്പെട്ട ഒരു റിട്രോ ആണ് എയ്ഡ്സ് വൈറസ്. 1984 അമേരിക്കൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ റോബർട്ട് ഗാലോ ആണ് എയ്ഡ്സ് രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ശീലമാക്കിയ ഏതാനും ചില അമേരിക്കൻ യുവാക്കളിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. 1988
കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നത്. കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഉഷസ് എന്ന പദ്ധതി പ്രകാരമാണ് സൗജന്യമായി ചികിത്സ നൽകി വരുന്നത്. ഇന്ന് ഏകദേശം 36.7 ദശലക്ഷം ആളുകൾ ഈ രോഗവുമായി ജീവിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാൻ ശേഷിയുള്ള കോശങ്ങളാണ് ലിംഫോസൈറ്റ്. എന്നാൽ HIV രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും താരതമ്യേന രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. ഈ അവസരമാണ് മുതലെടുക്കപ്പെടുന്നത്. അതായത് HIV രോഗം ബാധിച്ചതിന്റെ ഫലമായി മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും തൽഫലമായി മറ്റ് മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയാണ് അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ നമ്മൾ വിളിക്കുന്ന എയ്ഡ്സ്. കേരളത്തിലും നമ്മുടെ രാജ്യത്തും എയ്ഡ്സ് രോഗികളുടെ എണ്ണം നേരിൽ കുറവ് കൂടുതൽ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ 9.4 ദശലക്ഷം ആളുകളാണ് തങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന കാര്യം അറിയാതെ പോയിട്ടുള്ളത്. ഇതൊരു ഏകദേശം കണക്കുകൾ മാത്രമാണ്. ലോകത്ത് ഇന്ന് 36.7 ദശലക്ഷം ആളുകൾ ഈ രോഗവുമായി ജീവിക്കുന്നു. HIV വൈറസിന്റെ ഉത്ഭവത്തെ പറ്റി പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. സർ ഫ്രെഡ് ബോയിലയുടെ അഭിപ്രായത്തിൽ വൈറസ് പരീക്ഷണശാലയിൽ ജന്മം പ്രാപിച്ച ജാര സന്തതി പരീക്ഷണശാലകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കുരങ്ങിൽ നിന്ന് മനുഷ്യരിലേക്കും അവിടെ നിന്ന് മറ്റ് മൃഗങ്ങളിലേക്കോ ശേഷം അവിടെ നിന്ന് വീണ്ടും മനുഷ്യരിലേക്കോ പടർന്നതാവുമെന്ന് മറ്റൊരു പഠനം. 70കളിൽ ഇത് ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു എന്നിങ്ങനെ അറിയപ്പെടുന്നു എന്ന് മറ്റൊരു വിലയിരുത്തൽ. ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്കയിലേക്കും ശേഷം അവിടെ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചതാവാം എന്ന് അവസാനം പറയപ്പെടുന്നു. വ്യാപനം ശ്രദ്ധിക്കണം. എയ്ഡ്സ് രോഗികളെ നമ്മുടെ ഈ വർഷത്തെ എയ്ഡ്സിന്റെ സന്ദേശം ആൻഡ് ഇനിക്വാലിറ്റീസ് ആൻഡ് എൻഡ് എയ്ഡ്സ് എന്നാണ്. അസമത്വം അവസാനിപ്പിക്കുക, എയ്ഡ്സിനെ തോൽപ്പിക്കുക. ഈ വാക്ക് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയ്ഡ്സ് എന്ന് കേട്ടാൽ പോലും എല്ലാവർക്കും ഭയമാണ്. എല്ലായിടത്തും പ്രയോഗിക്കേണ്ട ഒരു വരിയും കൂടിയാണ് അകറ്റി നിർത്തൽ. അകൽച്ചയും അകറ്റി നിർത്തലും ഒഴിവാക്കും. നിങ്ങളുടെ ഒരു സാന്ത്വന സ്പർശം മാത്രമാണ് അവർക്ക് വേണ്ടത്. HIV അണുബാധയുള്ള ഒരാളുടെ രക്തം, ബീജം, മറ്റ് സ്രവങ്ങൾ, പ്രീസെമിനൽ ഫ്ലൂയിഡ്, റെക്ടൽ ഫ്ലൂയിഡ്, യോനി സ്രവങ്ങൾ എന്നിവയിലൂടെയാണ് ഈ രോഗം പടരുന്നത്. പരസ്പര കൈ കൊടുക്കലിലോ ആലിംഗനമോ ഇതൊന്നും ഈ രോഗത്തെ ഒരു കാരണവശാലും ക്ഷണിച്ച് വരുത്തുന്നില്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എയ്ഡ്സ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച എല്ലാവർക്കും എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ല. എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതും എന്നാൽ ശരീരത്തിനകത്ത് എയ്ഡ്സ് രോഗാണുക്കൾ ഉള്ളതുമായ അവസ്ഥയാണ് അണുബാധ അല്ലെങ്കിൽ HIV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. 50% അണുബാധ ബാധിതർ 10 വർഷത്തിനുള്ളിൽ എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും പിന്നീട് രോഗിയായി മാറുകയും ചെയ്യും. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ മാത്രമല്ല, എയ്ഡ്സ് രോഗികൾ എല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പടർത്താൻ ശേഷിയുള്ളവരാണ്. പങ്കാളിയോടുള്ള വെറും അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് മുതിരുന്നത് വളരെയധികം അപകടകരമാണ്. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ കൈകോർക്കാം, ഒന്നിച്ച് മുന്നേറാം. ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരിലേക്കും ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, എയ്ഡ്സിനെതിരെ പോരാടുവാനും എല്ലാവരിലേക്കും എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ ബോധവൽക്കരണം നടത്തുന്നതിന് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്.
ഇന്ന് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വർഷത്തെ സന്ദേശം എന്നപോലെ അസമത്വങ്ങൾ അവസാനിപ്പിച്ച് ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്ക് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. Good afternoon, one and all. Here I am standing before you to give some basic ideas about World AIDS Day, that is December 1. World AIDS Day. World AIDS Day is observed every year on December 1st. World Health Organization started World AIDS Day on 1988. Okay, then next, what is HIV and AIDS? HIV, AIDS എന്ന് പറയുന്നത് രണ്ടും സെയിം മീനിങ്ങിൽ ഇന്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും HIV-യും AIDS-ഉം രണ്ടും സെയിം അല്ല. HIV എന്ന് പറയുന്നത് HIV പോസിറ്റീവ് ആയി ഒരാൾ എന്നുള്ളത് കൊണ്ട് അയാൾ ഒരിക്കലും ഒരു AIDS പേഷ്യന്റ് ആവുന്നില്ല. ഓക്കെ, HIV എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഒരാളുടെ ശരീരത്തിൽ ഈ HIV വൈറസ് കണ്ടു കഴിഞ്ഞാലാണ് അയാൾ HIV പോസിറ്റീവ് ആവുന്നത്. AIDS എന്ന് പറയുന്നത് അതിന്റെ ഒരു അക്യൂട്ട് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV വൈറസിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തിക്ക് നാശം സംഭവിക്കുമ്പോഴാണ് അത് AIDS ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പലരും HIV പോസിറ്റീവ് ആയി എന്ന് പറയുമ്പോഴേക്കും അയാളെ ഒരു AIDS രോഗിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, HIV ഇൻഫെക്ഷൻ ഫസ്റ്റ് ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്തത് 1986-ലാണ്. ചെന്നൈയിലെ ഫീമെയിൽ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിലാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത്. നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് 1987-ല് HIV AIDS കേസസ്, HIV AIDS പാൻഡമിക് തുടങ്ങിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അത് വന്ന് കണ്ടു തുടങ്ങിയത്. ഓക്കെ, ഇനി സം ബേസിക് ഫാക്ട്സ്. നമ്മൾ കുറെ തെറ്റിദ്ധാരണകളുണ്ട് എയ്ഡ്സിന്റെ ട്രാൻസ്മിഷനെ കുറിച്ചിട്ടും. പല ആളുകളും AIDS രോഗികളെ വേറിട്ട് നിർത്തുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകളാണ്. അപ്പൊ ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ? എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മാർഗങ്ങൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, ഡ്രഗ് എഡിക്ട്സ്, അതേപോലെ തന്നെ അൺസ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസ്, ഒരാൾ യൂസ് ചെയ്ത നീഡിൽസ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി, അതേപോലെ HIV പോസിറ്റീവ് ആയിട്ടുള്ള AIDS രോഗിയായിട്ടുള്ള ഒരു അമ്മയുടെ പ്രഗ്നൻസി വഴി ഫീറ്റസിന് കിട്ടുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, AIDS രോഗിയുടെ ബ്ലഡ് സ്വീകരിക്കുന്നത് വഴി. ഈ മാർഗത്തിലൂടെയാണ് പൊതുവെ എന്ത് പകരുന്നത്? AIDS രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇനി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത നമ്മുടെ കുറെ തെറ്റിദ്ധാരണകളാണ് ടച്ചിങ്ങിലൂടെ. ഒരു AIDS രോഗി നമ്മളെ ടച്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് പകരുന്നില്ല? AIDS പകരുന്നില്ല. അതേപോലെ തന്നെ ഒരു AIDS രോഗി കഴിച്ച ഭക്ഷണം അയാളുടെ കൂടെ ഇരുന്ന് കഴിച്ചു എന്ന് വെച്ചിട്ടോ, അയാൾ കഴിച്ച ഭക്ഷണം എടുത്ത് കഴിച്ചു എന്ന് വെച്ചിട്ടോ നമുക്ക് AIDS രോഗം പകരുന്നില്ല. അതേപോലെ ഒരു കിസിലൂടെയോ ഇൻസെക്ട് ബൈറ്റ് ചെയ്യുന്നതിലൂടെയോ, ഇപ്പോൾ ഒരു പൂളിൽ ഒന്നിച്ചിട്ട് ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ പൂളിൽ ഒന്നിച്ച് കുളിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് എന്ത് പകരുന്നില്ല? AIDS അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സിംറ്റംസ്? ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? അയാൾക്ക് HIV പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സിവിയർ ഹെഡേക്ക് ആൻഡ് ഫീവർ, അൾസേഴ്സ് ഇൻ മൗത്ത്, വായിലൊക്കെ ഇങ്ങനെ നമ്മൾ വായ്പുണ്ണ് പോലെ മാറാത്ത വായ്പുണ്ണ് വരുന്നു, ബോഡി റാഷസ്, മസിൽ ഏക്സ്, ഫാറ്റിക്, വല്ലാതെ ക്ഷീണം, നൈറ്റ് സ്വെറ്റ്, രാത്രി പനി, നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കും, വേർത്തുകൊണ്ടിരിക്കും, എത്ര തണുപ്പാണെങ്കിലും വേർത്തുകൊണ്ടിരിക്കും, സ്പ്ലീൻ എൻലാർജ്മെന്റ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരിയഡ് ഫ്ലക്ച്വേഷൻസ്, മൂഡ് സ്വിങ്സ്, ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് ഓഫ് HIV ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് വേറെ എവിടെ നിന്നൊക്കെയാണ് ഇപ്പോ പല ആളുകളും AIDS എന്നാൽ HIV പോസിറ്റീവ് ആണോ, ഒരുപാട് ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം HIV പോസിറ്റീവ് ആണോ എന്നുള്ളത്. പല ആളുകളും അത് പോവാൻ പഠിക്കുന്നത് ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ കാണുന്നവർ എന്ത് വിചാരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ സെന്റേഴ്സ് ഒക്കെ നമുക്ക് HIV ടെസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാവുന്നതാണ്. വോളണ്ടറി കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സൈറ്റ്സ് ഉണ്ട്, യൂത്ത് ഡ്രോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാമ്പുകൾ നടത്തും. പിന്നെ ഫാമിലി പ്ലാനിംഗ് ആൻഡ് ആന്റിനാറ്റൽ ക്ലിനിക്സ്, ഈ വഴികളൊക്കെ വഴി നമുക്ക് HIV പോസിറ്റീവ് ആണോ എന്നുള്ള ടെസ്റ്റ് നടത്താം. പിന്നെ ഇപ്പൊ ജനിക്കുന്ന കുട്ടികളുടെ അവർ നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അവർ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ HIV പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി ടെസ്റ്റ് ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജനിച്ച കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് തരുന്ന സമയത്ത്, അതിന്റെ റിസൾട്ട് തരുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവും HIV പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ
ഒരിക്കലും യൂസ് ചെയ്ത നീഡിൽസ് വീണ്ടും യൂസ് ചെയ്യാതിരിക്കുക. സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദേഴ്സ്, അമ്മമാർ ഒരിക്കലും കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് നടത്താതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇന്റർകോഴ്സ്, സെക്സ് വർക്കേഴ്സും ആയിട്ടുള്ളത് അങ്ങനത്തെയൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ ARV മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം മുഴുവനായിട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ നമുക്ക് ARV മെഡിസിൻസ് വെച്ച് പറ്റും. ഇനി മിസ്കൺസെപ്ഷൻസ്. HIV ഈസ് എ ഡെത്ത് സെന്റൻസ്. HIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്. HIV ബാധിച്ച ഒരാള് മരിച്ചതിന് തുല്യമാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഇനി ഒരു ജീവിതമില്ല എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് എല്ലാവർക്കും ഉള്ളത്. ഒരിക്കലും HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാള് ഉടനെ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമില്ല. 8 to 10 വർഷം എടുത്തിട്ടേണ് ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാള് എന്ത് രോഗിയായിട്ട് മാറുള്ളൂ? എയ്ഡ്സ് രോഗിയായിട്ട് മാറുള്ളൂ. അയാൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് സ്പാന് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് വൺ, HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ കിസ്സിങ്. ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിസ് ചെയ്യുന്നത് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ബ്ലീഡിംഗ് ഗംസോ അല്ലെങ്കിൽ മൗത്തിൽ വല്ല നമ്മുടെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് പകരുള്ളൂ. നെക്സ്റ്റ് വൺ, HIV സെയിം ആസ് എയ്ഡ്സ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ആൻ ഇൻസെക്ട് ബൈറ്റ്. ചിലർ പറയും കൊതുക് കടിച്ചു കഴിഞ്ഞാൽ, HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ്, ആ കൊതുക് വന്ന് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളും ഇൻഫെക്റ്റഡ് ആവുന്നു. ഒരിക്കലും ഒരു സക്ക് ചെയ്ത ബ്ലഡ് തിരിച്ച് വേറൊരാളുടെ ശരീരത്തിലേക്ക് സക്ക് ചെയ്യാൻ കൊതുകിന് പറ്റില്ല. നെക്സ്റ്റ് വൺ, ഷെയറിംഗ് ഫുഡ്, കട്ട്ലറി ആൻഡ് ക്ലോത്ത്സ്. ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസോ ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എയ്ഡ്സ് പകരുന്നുള്ളതും തെറ്റായ ധാരണയാണ്. പിന്നെ എല്ലാ സമയത്തും ഇൻഫന്റ്, അതായത് അമ്മയ്ക്ക് എയ്ഡ്സ് രോഗിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയും എയ്ഡ്സ് രോഗി അല്ലെങ്കിൽ HIV പോസിറ്റീവ് ആയിക്കോളെന്ന് നിർബന്ധമില്ല. അമ്മ ഈ വൈറസ് സപ്രസിംഗ് ഡ്രഗ്സ് ഉണ്ട്, വൈറസിന്റെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കുന്ന ഡ്രഗ്സ് അമ്മ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റഡി പ്രകാരം 100 പേരിൽ ഒരു കുട്ടി, ജനിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ആ അമ്മയുടെ അസുഖം കുട്ടിയിലേക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, നോ സെക്സ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കും. ആന്റിറിട്രോവൈറൽ ഡ്രഗ്സ്. ഇപ്പോൾ ഈ ആന്റിറിട്രോവൈറൽ ഡ്രഗ്സ് ആണ് HIV പേഷ്യൻസിന് അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അതൊരിക്കലും ഒരു നമ്മുടെ അസുഖം മാറ്റാനുള്ള മരുന്നല്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ബൈ സ്റ്റോപ്പിംഗ് ദ വൈറസ് റിപ്ലിക്കേറ്റ്. നമ്മുടെ ശരീരത്തിൽ ആ HIVയുടെ വൈറസ് വർദ്ധിപ്പിക്കുന്നതിനെ നിർത്താൻ സഹായിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുമാണ് ഈ ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റെഡ് റിബൺ ആണ് യൂണിവേഴ്സൽ സിംബൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. HIV ബാധിതരായിട്ട് അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികളായിട്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ളതിന്റെ യൂണിവേഴ്സൽ സിംബൽ ആണ് ഈ റെഡ് റിബൺ. ഈ വർഷത്തെ തീം എൻഡ് ഇൻഇക്വാലിറ്റി എൻഡ് എയ്ഡ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ കാണാം.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കറിയാം, നമ്മളിപ്പോൾ കൊറോണയുടെ സിറ്റുവേഷൻസിലാണ്. നമ്മളോട് എല്ലാവരും എന്താ പറയണത്? വാക്സിൻ എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ മാസ്ക് ധരിക്കണം, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെൻഷൻ. കാരണം എന്താണ്? ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ അസുഖം വരാതെ നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എസ്പെഷ്യലി when something has no cure എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമാകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് HIV ക്യൂറബിൾ അല്ല എന്ന് പറയുന്നത്? ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് HIV ഒരു മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് HIV പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തത്? മീൻസ് നമുക്കൊരു അതിനുള്ള ഒരു മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ ലിംഫോയിഡ് സെൽസിലാണ് ഈ HIV വൈറസ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. അത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലാണ് കാണുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോർമന്റ് സ്റ്റേജ്, ലാറ്റന്റ് സെൽസ് എന്ന് വിളിക്കാം നമുക്ക് ഈ സെൽസിനെ. അപ്പോൾ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 8 വർഷത്തോളം വരെ വേണമെങ്കിലും ഈ എയ്ഡ്സ് വൈറസിന്റെ പ്രസൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? ഇനാക്റ്റീവ് ആണ്. പക്ഷെ അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് ചെറുതായി റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സെൽസിനെയൊക്കെ എന്താണ് എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 8 വർഷം ആകുമ്പോഴത്തേക്കും, ഏകദേശം ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെയൊക്കെ ഇത് എഫക്ട് ചെയ്തതിന് ശേഷം എഫക്ട് ചെയ്യണം. അപ്പോഴാണ് ഈ സിംറ്റംസ് ഒക്കെ നമ്മളിലേക്ക് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വന്നാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി എന്തിനാണ് പ്രിവെൻഷൻ? എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിവെൻഷൻ വേണം HIV-ക്ക്. എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? അതിനുള്ള 3 മെഷേഴ്സ് ആണ് പറയുന്നത്. ബിഹേവിയറൽ ഇന്റർവെൻഷൻസ്, സ്ട്രക്ചറൽ ഇന്റർവെൻഷൻസ്, ബയോമെഡിക്കൽ ഇന്റർവെൻഷൻസ് പറയുന്നത്. അതായത് ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എയ്ഡ്സ് വന്ന രോഗികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരോട് സംസാരിക്കാതിരിക്കുക, അവരെ നമ്മൾ ഒഴിവാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ തന്നെ പല രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാവും. അപ്പൊ എന്താണ്? ഇതിന്റെ ട്രാൻസ്മിഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. അവരത് പുറത്ത് പറയാൻ മടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് വഴി, അതായത് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ ഇതിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തത് സ്ട്രക്ചറൽ ഇന്റർവെൻഷൻസ്. പിന്നെ ബിഹേവിയറൽ ഇന്റർവെൻഷൻസിൽ തന്നെ വേറെ വരുന്ന കാര്യങ്ങളാണ് അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് നിങ്ങൾ ഇങ്ങനെ മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീൻസ് നമ്മൾ എന്തൊക്കെ നോക്കണം, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വഴി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുറേയൊക്കെ ട്രാൻസ്മിഷൻ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലബ്സ്, യൂണിയൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ നമ്മൾ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഇതിന്റെ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബയോമെഡിക്കൽ ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കോണ്ടം പ്രോഗ്രാംസ്. അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നീഡിൽസ് വഴി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ തന്നെ നീഡിൽ സിറിഞ്ച് പ്രോഗ്രാംസ്, അതായത് സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസ് പ്രൊവൈഡ് ചെയ്യുക ആൾക്കാർക്ക്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ഇടയിൽ. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് HIV-ക്ക് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടെ നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ പാരന്റിൽ നിന്നും കുട്ടിക്ക് വരുന്ന അസുഖങ്ങൾ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ART പോലുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രെപ് ഇഞ്ചക്ഷൻ എന്ന് പറയും. അതായത് ഈ എയ്ഡ്സ് രോഗികളുമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എയ്ഡ്സ് വന്നു വെച്ചിട്ട് നമുക്ക് അവരോട് സംസാരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാനോ പറ്റില്ല. നമ്മളെപ്പോഴും അവരെ കൺസേൺ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ വരാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന പ്രീ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീ എക്സ്പോഷർ ടു പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുക്കാം. അങ്ങനെയുള്ള ബയോമെഡിക്കലി നമുക്ക് കുറെ ഇന്റർവെൻഷൻസ് വഴി ഇവരെ നമുക്ക് കൂടെ നിർത്താൻ പറ്റും. അതുപോലെ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൈസേഷൻ ഓഫ് സെക്സ് വർക്ക്. അതായത് നമ്മൾ സെക്സ് വർക്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ കാര്യമാണെന്നാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ അവര് അതിന് വേറെ വഴി കണ്ടെത്തും. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഇതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചുകൂടി നോട്ടീസബിൾ ആവും. അപ്പൊ
നമുക്ക് കുറച്ചും കൂടി ട്രാൻസ്മിഷൻ കുറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ സ്കൂൾ ലെവലിലൊക്കെ നല്ലോണം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടിയൊക്കെ നമുക്ക് ഇതിനെ കുറേയൊക്കെ ട്രാൻസ്മിഷൻ തടയാൻ പറ്റും. പിന്നെ പല രാജ്യത്തും ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഇത് രൂപീകരിച്ചിട്ടുണ്ട് പ്രോഗ്രാം. അതെന്ന് പറയുന്നത് മൊബൈൽ വഴി ഈ എയ്ഡ്സ് രോഗികളുടെ ഒരു ശൃംഖല. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് തമ്മിൽ കോൺടാക്ട് ചെയ്യാനും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാനും അവർക്ക് ഇതാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് ആ പ്രോഗ്രാം പല രാജ്യത്തും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയുടെ വോയിസ് അഗെയിൻസ്റ്റ് എയ്ഡ്സ് എന്ന് പറയുന്നത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ നമ്മൾ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മുകളിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയും. ഇനി ഇതിന്റെ കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ളതാണ് KSACS എന്ന് പറയുന്നത്, അതായത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. അതിന്റെ കീഴിൽ വന്നിട്ട് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള പ്രിവെൻഷനും പിന്നെ അതിന്റെ ഇടയിൽ ഓരോ ഓഫീസേഴ്സും മാനേജ്മെന്റും അതുപോലെ തന്നെ അതുമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ വഴിയാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി NACP എന്ന് പറയുന്ന പ്രോഗ്രാം, അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, അതാണ് NACO എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അവര് 4 ഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളിലായിട്ടാണ് NACP 1, NACP 2, NACP 3, NACP 4 എന്ന് പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഇതുപോലത്തെ ട്രാൻസ്മിഷൻസ് കുറയ്ക്കാനുണ്ട്. ഓരോ ലെവലിലും ഓരോ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളാണ്. ഇനി NACPയുടെയും പ്രവർത്തനങ്ങളാണ്. ഒന്ന്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പാരന്റ് ടു ചൈൽഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുക. ബ്ലഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ വഴി അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഇത് പകരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നതാണ് സേഫ് ആയിട്ടുള്ള ബ്ലഡ് കളക്ഷൻ ചെയ്യുക. ആൾക്കാരുടെ അടുത്ത് നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് ബ്ലഡ് ബാങ്കിലൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിന് വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം അങ്ങനെ ബ്ലഡ് സേഫ്റ്റി ഇതാക്കുക. അതുപോലെ തന്നെ കോണ്ടം പ്രൊമോഷൻ, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ട്രീറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ഫണ്ടുകൾ റേസ് ചെയ്യുക. അതൊക്കെയാണ് ഈ NACPയുടെ പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞാൽ കേരളത്തിലും സെയിം സാധനമാണ് പറയുന്നത്. KSACS എന്ന് പറയുന്നത് കേരളത്തിൽ യൂസ് ചെയ്യുന്നതാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മെഷേഴ്സ് എടുക്കുന്നത്. കാരണം അവരിൽ നിന്ന് ഒരാൾക്ക് രോഗം പകരരുത്, അതിനു വേണ്ടിയിട്ട് അപ്പൊ അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ ഇഞ്ചക്ഷൻസ്, അവരുടെ ട്രീറ്റ്മെന്റ് അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, IEC പ്രോഗ്രാം എന്ന് പറഞ്ഞത് അവരുടെ ഭാഗമായിട്ട് ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും റെഡ് റിബൺ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ് ഉണ്ടാവും ഈ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്ത് നടക്കാൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം ഉണ്ടായതാണ്, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് റെഡ് റിബൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ട്രെയിനിന്റെ എല്ലാ ബോഗികളും ഇതിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. അത് ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ ഒക്കെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഈ എയ്ഡ്സിന്റെ അവയർനെസ്സും കൂടി കൂട്ടിക്കൊടുക്കുക. അതായത് അവരുടെ ശ്രദ്ധയിൽ എത്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മീഡിയാസ് വഴിയൊക്കെ നമ്മൾ മെയിൻ സ്ട്രീമിംഗ് നടത്തും, ഇതുപോലത്തെ ന്യൂസുകളൊക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാംസ് വന്നത്. പിന്നെ ഇപ്പോൾ ക്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് കിറ്റ് പോലും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ചിലർക്ക് സാമ്പിൾ അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ മടിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിയുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ മൗത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു 20 to 24 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ക്വിക്കായിട്ട് റിസൾട്ടും കിട്ടും. ഇത് FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് കിറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇതിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മരുന്ന് കണ്ടെത്തുന്നത് വരെ നമ്മൾ എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിലൂടെ മറ്റുള്ളവർക്കും ഈ അവയർനെസ് പകർന്നു കൊടുക്കണം. താങ്ക് യു.
വീഡിയോ ആണ്. കേരള ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി മാഡത്തിന്റെ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത ശേഷം എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് സൗജന്യമായ ചികിത്സയും പരിഹാരം നടത്തുന്നതാണ്. ഞങ്ങൾക്ക് നമ്മുടെ ബ്ലഡ് സാമ്പിൾസ് ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. അപ്പൊ മാഡത്തിന് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യാം. അത് സാറില്ല, മാഡത്തിന് ബ്ലഡ് സാമ്പിൾസ് ഇപ്പോൾ കളക്ട് ചെയ്യാം. അപ്പം നേരത്തെ ബ്ലഡ് പ്രഷറും ബ്ലഡ് സാമ്പിൾസും ഇപ്പോൾ കളക്ട് ചെയ്യും. Perfectly okay. Madam, blood samples എടുത്താലോ? കഴിയും. അപ്പൊ മാഡം ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അപ്പൊ എന്തായാലും ചോക്ലേറ്റ് ഉണ്ട്. Have a nice day. ഇപ്പൊ നമ്മളൊരു ഷോർട്ട് ഫിലിം ആണ് കണ്ടത്. അത് നമ്മളിപ്പോ കുറെ സ്കീമുകളും പ്രിവെന്റീവ് മെത്തേഡ്സും അങ്ങനെ കുറെ കാര്യങ്ങളും പ്രിവെന്റീവ് മെത്തേഡ്സ്, പ്രിക്കോഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ളവർ അവതരിപ്പിച്ചതായി കണ്ടു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എയ്ഡ്സ് പകരുന്ന തരം ഏതൊക്കെ തരത്തിലാണ് നമ്മളിലേക്ക് എയ്ഡ്സ് എത്തിക്കുക എന്ന് നോക്കുന്ന ഒരു സമൂഹം കൂടി നമുക്ക് പുറകിലുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതൊരു ആർട്ട് ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ജീവിതത്തെ എത്തരത്തിൽ അത് മാറ്റിമറിക്കുന്നു എന്ന് നമുക്കത് കാണിച്ചു തരുന്നു. അവിടെ ഗവൺമെന്റിന്റെ ഒരു സ്കീം അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് രോഗികളെ കണ്ടെത്തുന്നതിനും അവർക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും തരത്തിലുള്ള ഒരു മെസ്സേജുമായിട്ടാണ് അയാൾ വരുന്നത്. വീട്ടിലെത്തി ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുകയും അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള തരത്തിലുള്ളതാണ് അയാൾ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ അത്തരത്തിൽ നമുക്കൊരു കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ മാരകമായ അസുഖം ബാധിച്ചിട്ടുള്ളവർ അവർക്കൊക്കെ നമ്മൾ സാധാരണയായി വീട്ടിലെത്തി ചികിത്സ ലഭ്യമാകാറുള്ളൂ. അതായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററുകൾ, ആശാ വർക്കേഴ്സ് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അത്തരത്തിൽ യാതൊരു തെളിവുകളും ഇല്ലാതെയാണ് അയാൾ വന്നിരിക്കുന്നത്. അതിന്റെ എവിഡൻസ് പോലും അവർ നേരെ ചോദിക്കുന്നില്ല. അങ്ങനെയാണ് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കുന്നത്. പിന്നീടാണ് അവർക്ക് താൻ ഏത് ലോകത്താണ് എത്തി വന്നിരിക്കുന്നത് എന്നുള്ള ആ കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ മനഃപൂർവ്വമായി നമ്മളെ ഇതിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹം നമുക്ക് പുറകിലുണ്ട് എന്നാണ് ഈ ഷോർട്ട് ഫിലിം നമുക്ക് കാണിച്ചു തരുന്നത്. മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് നൽകിയിട്ടുള്ള അറസ്റ്റിലായ എയ്ഡ്സ് രോഗിയായ യുവാവ് മൊഴി നൽകി. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരെ ബോധപൂർവം HIV ബാധിതരാക്കിയിട്ടുള്ളതാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ.
ഉപയോഗിച്ച സിറിഞ്ച് പുതിയ കവറിലിട്ടാണ് ഇരകൾക്ക് നൽകിയിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവാവ് നടത്തിയത്. എയ്ഡ്സ് രോഗബാധിതനാണെന്ന തിരിച്ചറിവും മയക്കുമരുന്നിന്റെ തുടർച്ചയായ ഉപയോഗവും മൂലം പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇയാൾ. ഒരു ദിവസം 10 പേർക്കെങ്കിലും രോഗം പരത്തണം എന്നായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് ഒരു ഭാവമാറ്റവുമില്ലാതെ ഇയാൾ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. 300-ലേറെ പേർക്ക് താൻ രോഗം നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. വെളിപ്പെടുത്തൽ ഗൗരവമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുന്നത്. യുവാവിന് രോഗമുണ്ടോ എന്നും ഇയാൾ പറയുന്നത് സത്യമാണോ എന്നും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതുണ്ട്. ഏതായാലും എയ്ഡ്സ് രോഗി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യുവാവിന്റെ വെളിപ്പെടുത്തലോടെ ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചവരും പിടിയിലായ മയക്കുമരുന്ന് ശൃംഖലയിലേക്കാണ് ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്ന രോഗികളും ഭീതിയിലാണ്. അരൂരിൽ ദേവ്സ് എന്ന പേരുള്ള മെഡിക്കൽ ക്ലിനിക് സ്ഥാപനം നടത്തുന്ന ഡോക്ടർ സോണി ഡാനിയേൽ, എറണാകുളം പള്ളുരുത്തി സ്വദേശി അലക്സ് ജോസഫ്, എയ്ഡ്സ് രോഗിയായ യുവാവ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. 272 ആംപ്യൂൾ മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ക്ലിനിക്കിലെത്തിയിരുന്നവർക്ക് സോണി ഡാനിയേൽ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. ഇതിനുപയോഗിച്ചിരുന്നത് അണുവിമുക്തമായ സിറിഞ്ചുകളാണോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ചേർത്തലയിലെ മറ്റൊരു സർജനും ഒരു യുവതിയും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണെന്നും സൂചനയുണ്ട്. ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്ക് കൂടാതെ ചില ടൂറിസ്റ്റ് റിസോർട്ടുകളും ക്യാമ്പസുകളും കേന്ദ്രമാക്കിയാണ് സംഘം പ്രവർത്തിച്ചുവെന്നാണ് എക്സൈസ് കരുതുന്നത്. വിദേശികളും വിദ്യാർത്ഥികളുമായിരുന്നു സംഘത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും സമീപ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KR ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ഇതിന്റെ മുൻപ് നമ്മൾ കണ്ട വീഡിയോ തികച്ചും ഒരു ഷോർട്ട് ഫിലിം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടായിരുന്നു. എങ്ങനെയൊക്കെ നമുക്ക് രോഗം സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു ആർട്ട്. പക്ഷേ ആ ഒരു ഇൻസിഡന്റിനെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ റിയാലിറ്റി, റിയൽ ലൈഫ്, ഈ ഒരു ഇൻസിഡന്റ് ആണിത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ന്യൂസിന്റെ ബേസിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ന്യൂസാണിത്. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി ഇത്രയും നീചമായിട്ട് മനസ്സിൽ ആലോചിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നൊന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അതായത് തനിക്ക് വന്ന ഒരു അസുഖം മറ്റുള്ളവർക്ക് കൂടി അവർ കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി ഇതിന്റെ ഫലം അനുഭവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അയാൾക്കുള്ളത്. തികച്ചും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. അടുത്തതായിട്ട് നമുക്കൊരു ഓത്ത് ടേക്കിംഗ് ആണ്. ഇതിന്റെ അവയർനെസ്സിനെയും എയ്ഡ്സ് രോഗികളെ സമൂഹത്തിൽ നിന്നും വേറിട്ട് നിർത്തിട്ട് അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തണം എന്ന് പറയുന്നതിന് അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓത്ത് ടേക്കിംഗ് ആണ്. ആ ഓത്ത് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൈമാറുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ഓപ്ഷനിലെ റിസ്കിലെ നമ്മുടെ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് എയ്ഡ്സിനെ കുറിച്ചുള്ള ഒരു നല്ല വിവരണം നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ, എഫക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളുണ്ട് എന്നുള്ള പ്രഖ്യാപനം, അതാണ് അതിൻ്റെ പ്രതിജ്ഞയായിട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്രതിജ്ഞ. കൃത്യസമയത്തെ ഒന്ന് കൈ പിടിക്കാൻ നല്ലത്. കൃത്യസമയത്തെ രോഗനിർണയത്തിലൂടെയും ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും എയ്ഡ്സ് എന്ന മഹാമാരിയെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും സമൂഹത്തിലെ തെറ്റായ പ്രവർത്തനങ്ങളെ തിരുത്തുകയും മറ്റുള്ളവരെ യഥാർത്ഥ സത്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ആട്ടിയകത്തിലല്ല ചേർത്ത് പിടിക്കലാണ് യഥാർത്ഥ പ്രതിരോധമെന്ന് മനസ്സിലാക്കി എന്നാൽ കഴിയും വിധം പ്രവർത്തിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. പ്ലീസ്. ഒരു വാചകം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ നമ്മൾ ആദ്യം ഇവിടെ ഇരിക്കുമ്പോൾ തോന്നാം ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നതല്ല, അല്ലേ? എയ്ഡ്സ് രോഗികൾ എന്നുള്ളത് വേറൊരു വിഭാഗം, എയ്ഡ്സ് പിടിപ്പെടുക എന്നുള്ളത് വേറൊരു വിഭാഗം. ഞാൻ ഈ ഭാഗങ്ങളിലൊന്നും പെട്ടെന്ന് ആൾക്കാരല്ല, എനിക്ക് ഈ അസുഖമൊന്നും വരില്ല. മെജോറിറ്റിയുടെയും ഒരു ഉള്ളിൽ ഇരിപ്പ് തരികയായിരിക്കും. എനിക്കിതൊന്നും ഭാഗമാവേണ്ട കാര്യമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള രോഗികളെയൊന്നും ഞാൻ അടുത്തൊന്നും കാണാറില്ല. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് സമ്പർക്കം വരുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറയാൻ പ്രതിജ്ഞയിൽ മാത്രം അവസാനിപ്പിച്ചാലും മതി. സത്യത്തിന് അതല്ല. 1988 ഇത് വളരെയധികം പ്രചാരം കിട്ടാത്തതിന് സമയത്ത് വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ബോംബെയിലെ ഒരു പയ്യനെ കല്യാണം കഴിച്ചു. വളരെ സുന്ദരിയായിരുന്നു, വളരെ നല്ല കുട്ടിയായിരുന്നു. 3 വർഷം ആ ലൈഫിൽ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ബോംബെയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പയ്യനും ബോംബെയിലാണ്, ഈ കുട്ടിയും അവിടെ തന്നെയായിരുന്നു. 3 വർഷം കഴിഞ്ഞ് ഇവന് ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. കാരണം ഇത് നിർബന്ധമായിട്ടും HIV ടെസ്റ്റ് നടത്തണം എന്നുള്ളതുകൊണ്ട് ടെസ്റ്റ് നടത്താനായിട്ട് ബ്ലഡ് കൊടുത്തു. ഉടൻ റിപ്പോർട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലുകാർ വിളിച്ചു. അന്നൊന്നും ഇത്രയും ഒരു അവബോധം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. 89 കാലഘട്ടത്തിലാണ് വിളിച്ച് ബ്ലഡ് ടെസ്റ്റ് നടത്തി. ആ ഹോസ്പിറ്റലുകാർ ഇവരെ വിളിച്ചു. അപ്പോൾ നമുക്കും അറിയില്ല, ഞങ്ങൾക്കും കേട്ടപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. കാരണം ഒരു ഷോക്കാണ്. ഇത്രയും നല്ലൊരു കുട്ടി, 10-25 വയസ്സായ പെൺകുട്ടിക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പയ്യനെ അതുണ്ട് എന്നുള്ളത് നമുക്കും ഒരിക്കലും ആരോഗ്യത്തിന് നമുക്ക് വിചാരിക്കുക ആരോഗ്യത്തിന് ഇതുണ്ട്, പ്രശ്നം വരും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷേ 8 വർഷം ഈ രോഗാണു നമ്മുടെ രക്തത്തിൽ, ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 8 വർഷം അറിയാതിരിക്കും. 8-10 വർഷം കഴിയാണ്ടാണ് എയ്ഡ്സ് രോഗി എന്ന ലെവലിലേക്ക് നമ്മൾ മാറുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എയിം ചെയ്യുള്ളൂ. അതുവരെ HIV പോസിറ്റീവ് എന്നുള്ള തരത്തിൽ മാത്രമേ അറിയുള്ളൂ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് HIV പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാവുന്നത്. ഹോസ്പിറ്റലുകാരെ ഈ കാര്യം ഇവരെ അറിയിക്കുന്നു. അന്നും നമ്മൾ പലവരും ഇത് കേട്ടപ്പോൾ വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ അറിഞ്ഞത്. പക്ഷേ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു പെൺകുട്ടി മലേറിയയായി മരിച്ചു. മരണകാരണം മലേറിയയായിരുന്നു. കാരണം എന്താണ്? ഇമ്മ്യൂണിറ്റി സിൻഡ്രോം ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. പ്രത്യേകിച്ചും സെറിബ്രൽ മലേറിയയ്ക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പെൺകുട്ടി മരിച്ചു. പെൺകുട്ടിയാണ് ആദ്യം മരിച്ചത്. നമുക്ക് ചുറ്റും ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ പാൻഡമിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊറോണ വൈറസിനെ കുറിച്ച് വന്നതുകൊണ്ട് എയ്ഡ്സിനെ കുറിച്ച് അത്രയത്രം നമ്മൾ ബോധവാന്മാരല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വരില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിലും ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം പോലെ, നമ്മൾ ഒരു കണ്ട വീഡിയോ ക്ലിപ്പിംഗ്സ് പോലെ നമ്മുടെ ഇടയിലും ഈ തരത്തിലുള്ള HIV പോസിറ്റീവായിട്ടുള്ള, എയ്ഡ്സ് രോഗി എന്ന് പറയുന്നില്ലെങ്കിലും HIV പോസിറ്റീവായിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. ഏറ്റവും നല്ലത് സ്ത്രീധനം വേണ്ട എന്ന് എഴുതി കൊടുക്കുകയും സ്ത്രീധനം സ്വീകരിക്കില്ല എന്ന് എഴുതി കൊടുക്കുകയും വേണ്ടതിനേക്കാളും കൂടുതൽ നമ്മൾ കൊറോണ പോസിറ്റീവ് അല്ല എന്നുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാരേജ് സെക്ഷനിലേക്ക് വരുമ്പോൾ, മാരേജ് പാർട്ടിലേക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ HIV പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നത് അത്യാവശ്യം. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. കാരണം ആ കുട്ടി മരിച്ചു പോയിട്ട് 10-20 വർഷം കഴിഞ്ഞു. ആ സമയം 20 വർഷത്തിനും കൂടുതലായിരുന്നു. ആ സമയത്ത് നമുക്ക് അത്രയും
അവബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഇത് കുറച്ചുകൂടി നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനുള്ള, വൈറസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പരത്താതിരിക്കാനുള്ള പല മെത്തേഡുകളുണ്ട്, നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള പല മെത്തേഡുകളുണ്ട്. ഇത് ഒരു ഗോപ്യമായിട്ടുള്ള കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ പറയും ഇത് കൊറോണ പോസിറ്റീവാണ്. ആരും മടക്കി വെക്കില്ല. എനിക്ക് ഇപ്പോൾ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ പലരും കരുതുന്നത് എനിക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം അത് ആ തരത്തിലൊരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു അസുഖത്തിനെ അങ്ങനെ കാണുന്നതാണ് ഇത് ഗോപ്യമായി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഉണ്ടാവാം. ആ ഒരു വിവരം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദിവസമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടുന്ന ഒരു ദിവസമാണ്. നമ്മൾ കിട്ടിയ അറിവുകളെല്ലാം നമ്മൾ നോക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട്. ഇപ്പോഴത്തെ മോഹൻലാലാണ് ഇതിൻ്റെ ആഡ് കൊടുക്കുന്നത്. നിങ്ങൾ ഗോപ്യമായിട്ടെങ്കിൽ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ഹോസ്പിറ്റലുകാർ തന്നെ അത് ഹൈഡ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് കാണിക്കില്ല, വെളിച്ചം കാണിക്കില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള തരത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പേഴ്സണലായിട്ടും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ 10-25 വയസ്സായിട്ടുള്ള കുട്ടികൾ ഇതിലുണ്ട്. എല്ലാവരും, ഒരാൾക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, 8 വർഷം വരെ 8 തുടങ്ങി 10 വർഷം വരെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അസുഖങ്ങൾ മനസ്സിലാവുന്നില്ല, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇടയിൽ ടെസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പം മിക്ക ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. HIV പോസിറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഓപ്പറേഷൻ തരത്തിലേക്ക് പോകുന്നു. ഓപ്പറേഷൻസ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, കൊറോണ ഉണ്ടോ HIV ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അവെയർ ആവണം, നമ്മളത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട്. ഒപ്പം തന്നെ ഉള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ എടുത്തത്. എല്ലാവർക്കും ഈ അസുഖം പിടിപെടാതിരിക്കട്ടെ, നമ്മളതിന് കാരണമാവാതിരിക്കട്ടെ. ഒപ്പം നമ്മൾ അങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ദിവസം നമ്മുടെ അവയർനെസ്സിലെ ഏറ്റവും കൂടുതൽ ഒരു ഭാഗമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളെല്ലാവരും ഈ സമയം കൊണ്ട് ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഓരോ ദിവസവും ആഘോഷിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ആശയങ്ങളും അറിയാത്ത ഒരുപാട് മേഖലകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറ്റുള്ളവരിലേക്കും അറിയാത്തവരിലേക്കും എത്തിക്കുക എന്നതാണ്. അവയർനെസ് എന്ന വാക്കുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇവിടെ നിന്ന് പലരിലേക്കും പലയിടത്തേക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു കാര്യത്തെ പരാമർശിക്കുന്നു, അതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. പലരും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് അവർ പല ചിന്താഗതികളിലേക്ക് കടക്കുന്നത്. എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചു, ഞാൻ ഒന്നുമല്ല, ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടവളല്ല എന്ന രീതിയിലേക്ക് മാറുന്നത് പലപ്പോഴും പല മാറ്റി നിർത്തുമ്പോഴാണ്. പകരം അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുവിധം പെട്ട എല്ലാവരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, നമുക്ക് നേരിൽ കാണാൻ സാധിക്കും, അതിലൊരു ഭാഗമാകാൻ സാധിക്കും. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും, എല്ലാ പ്രിയ സഹപാഠികൾക്കും നന്ദി പറയണം. ഒപ്പം അധ്യാപകർക്കും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ലീഡർ തന്നെ പറയാം, വിഷമിസ്. ഞാൻ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ എനിക്ക് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് തന്നെയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇങ്ങനൊരു അവസരം സൃഷ്ടിച്ചു തന്നു. അത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകമായി മിസ് പറഞ്ഞ പോലെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയുന്നവർക്ക് ഈ ദിവസത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തട്ടെ. താങ്ക് യു.